ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായ വയ്യാറ്റുപുഴയിലേക്കാണ്. ഈ റൂട്ടിൽ പോകുമ്പോഴാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായ മണിയാർ ഡാമും ഡാമിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലവും വടശ്ശേരിക്കര ചിറ്റാറ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന അരീക്കക്കാവ് ഫോറസ്റ്റ് ഡിപ്പോയും KSEBയുടെ കാരിക്കായം ചെറുകിട ജലവൈദ്യുതി പദ്ധതിയും വയ്യാറ്റുപുഴയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള തണ്ണിത്തോട് ഫോറസ്റ്റ് കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ്. വയ്യാറ്റുപുഴയ്ക്കുള്ള യാത്രയുടെ ഉദ്ദേശം ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുക എന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച ഈ യാത്ര പത്തനംതിട്ട ജില്ലയിലെ തോട്ടഭാഗം വഴി കോഴഞ്ചേരിയിൽ ചെന്ന് അവിടുന്ന് വടശ്ശേരിക്കര എത്തി ചിറ്റാറ് വഴിയാണ് വയ്യാറ്റുപുഴയ്ക്ക് എത്തുക. അങ്ങനെ നമ്മൾ വടശ്ശേരിക്കര എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ റാന്നി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പമ്പയാറ്റിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് വടശ്ശേരിക്കര. ഈ സ്ഥലം പത്തനംതിട്ട ശബരിമല പാതയിൽ പത്തനംതിട്ട നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ്. പമ്പയാറും കല്ലാറും സംഗമിക്കുന്ന സ്ഥലം എന്ന ഖ്യാതിയാണ് വടശ്ശേരിക്കരയെ പ്രശസ്തമാക്കുന്നത്. പമ്പയാറും കല്ലാറും കക്കാട്ടാറും കല്ലാറും വടശ്ശേരിക്കരയിലൂടെ ഒഴുകുന്നു. അതുപോലെ തന്നെ ശബരിമലയുടെയും നിലയ്ക്കലിൻ്റെയും കവാടം എന്നാണ് വടശ്ശേരിക്കരയെ അറിയപ്പെടുന്നത്. വടശ്ശേരിക്കര ടൗണ് കഴിയുന്നതോടെ ഇടത്തേക്ക് പോകുന്ന ഈ പാതയാണ് ശബരിമല പാത. നമുക്ക് നേരെയാണ് പോകേണ്ടത്. വടശ്ശേരിക്കര ചിറ്റാറ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള അരീക്കക്കാവ് ഫോറസ്റ്റ് ഡിപ്പോയാണ് ഈ കാണുന്നത്. നമ്മൾ വയ്യാറ്റുപുഴയിൽ എത്തിയ ശേഷം തിരികെ വരുന്ന സമയത്ത് മാത്രമേ ഡാമും മറ്റു കാഴ്ചകളും കാണുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചിറ്റാർ എന്ന ചെറിയൊരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലും കോന്നി നിയോജക മണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. 53 കിലോമീറ്റർ അകലെയുള്ള തിരുവല്ലയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. പത്തനംതിട്ട പട്ടണത്തിൽ നിന്നും കിഴക്ക് 29 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സീതാത്തോട്, പെരുന്നാട്, വടശ്ശേരിക്കര, തണ്ണിത്തോട് എന്നിവയാണ് സമീപ പഞ്ചായത്തുകൾ.
ചിറ്റാർ പ്രധാനമായും ഒരു തോട്ടം ടൗൺഷിപ്പാണ്. നേരത്തെ ചായയ്ക്കും കാപ്പിക്കും പേര് കേട്ട റബ്ബർ മരങ്ങൾ അവയുടെ സ്ഥാനത്ത് ഇപ്പോൾ വളക്കൂറുള്ള ഭൂമിയും സമ്പന്നമായ ആവാസ വ്യവസ്ഥ ഇന്ധനവുമായി മാറിയിരിക്കുന്നു. റബ്ബർ കൃഷി കൂടാതെ പൈനാപ്പിൾ, മരച്ചീനി, പരിപ്പ്, ഇഞ്ചി, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നു. ഒരു കാലത്ത് നിലയ്ക്കൽ വ്യാപാര കേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. നമ്മളിപ്പോൾ ചിറ്റാറിൽ നിന്നും റൈറ്റിലേക്ക് വയ്യാറ്റുപുഴ റൂട്ടിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയൊരു മഴയുടെ ആരംഭത്തിൽ നമ്മൾ വയ്യാറ്റുപുഴ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസ് സർവീസുകളൊക്കെ ഇവിടം വരെയുള്ളൂ. പിന്നെയുള്ള വഴികൾ ചെറിയ ഗ്രാമങ്ങളിലേക്കും വീടുകളിലേക്കും ഉള്ള വഴികൾ മാത്രമാണ്. അങ്ങനെ ഞങ്ങളുടെ സ്പോട്ടിലേക്ക് എത്തിയ ടൈമിലാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു മയിൽ ചാടി വന്നത്. ഒന്നല്ല, ഒരു 3-4 മയിലിനെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 3:30 തിരിച്ച് യാത്രയായി. ഈ യാത്രയിലാണ് നമുക്ക് ഡാമും മറ്റ് കാഴ്ചകളും ഒക്കെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു വനത്തിനുള്ളിലൂടെയാണ്. ഏകദേശം വയ്യാറ്റുപുഴയിൽ നിന്നും 8 കിലോമീറ്റർ മാറി തണ്ണിത്തോട് എന്ന ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെയാണ് ഫേമസ് ആയ പത്തനംതിട്ടയിലെ കൊട്ടവഞ്ചി സവാരി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ടായ കാരിക്കയം ചെറുകിട ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കക്കാട് പവർ ഹൗസിനും കക്കാട് നദിയിലെ മണിയാർ ബാരേജിനുമിടയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കണ്ടെത്തിയ 2 ചെറിയ HE പദ്ധതികളിൽ ഒന്നാണ് കരിക്കയം HEP. അതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 1994 ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് അനുവദിച്ച പദ്ധതി 2006 മാർച്ചിൽ അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡിന് കൈമാറി. 2006 സെപ്റ്റംബറിൽ EDCL AHPLനെ ഏറ്റെടുക്കുകയും EDCLൻ്റെ ഒരു ഉപസ്ഥാപനമായി മാറുകയും ചെയ്തു. സമയം വളരെയധികം വൈകിയതുകൊണ്ട് തന്നെ അടുത്ത സ്പോട്ടായ മണിയാർ ഡാമിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്ക് സമീപം വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൽ മണിയാറിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കാട്ടാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മണിയാർ ഡാം. പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. മണിയാർ ഡാമിലെ ജലം ഉപയോഗിച്ചാണ് മണിയാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതി പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് മണിയാർ ഡാമിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലം കാണാനാണ്. ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് 1926 പെരുന്നാട് എസ്റ്റേറ്റിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു ഈ പാലം ഉള്ളത്. അപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.